സെന്റ് ജുവലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. പുനലൂർ തെന്മല പഞ്ചായത്തിലെ ഇടമൺ തേവർകുന്നിൽ അനധികൃത കുന്നിടിക്കലും സ്ഫോടക വസ്തു ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കലും പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു. ക്രഷർ യൂണിറ്റ് ആരംഭിക്കുന്നതിന്റെ മറവിലാണ് JCBകൾ ഉപയോഗിച്ച് കുന്നിടിക്കുന്നതും സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നതും. ഇന്നലെ രാവിലെ 9 മണിയോടെ ഉണ്ടായ ഉഗ്രശബ്ദം കേട്ട പ്രദേശവാസികൾ ഭയന്നു വിറച്ചു. ചിലർ ഭയന്നു മുറ്റത്തുനിന്നും ഓടി വീട്ടിനുള്ളിൽ കയറി. മറ്റു ചിലർ നടത്തിയ തിരച്ചിലിലാണ് സമീപത്തെ കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതിനിടെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറ പൊട്ടിക്കുന്നത് കണ്ടെത്തിയത്. ഉടൻ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ തെന്മല പോലീസിലും റവന്യൂ ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു. ഇവർ പരിശോധനയ്ക്ക് സ്ഥലത്തെത്തുന്നതിന് മുമ്പ് ഭൂ ഉടമയും തൊഴിലാളികളും സ്ഥലം വിട്ടു. 2 മാസം മുമ്പ് ആരംഭിച്ച അനധികൃത കുന്നിടിക്കലിന് റവന്യൂ സംഘം സ്റ്റോപ്പ് മെമ്മോ നൽകി നിർത്തിവെച്ചിരുന്നു. പിന്നീട് സമീപവാസികൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് സമരം നടത്തി വരുന്നതിനിടെ ഉടമ ഭൂമിക്ക് ചുറ്റും ഇരുമ്പ് വേലി സ്ഥാപിച്ചു. സമരക്കാർ ഭൂമിയിൽ കടക്കാതിരിക്കാനായിരുന്നു വേലി സ്ഥാപിച്ചത്. വേലി സ്ഥാപിച്ച ശേഷം വീണ്ടും കുന്നിടിച്ച് മണ്ണ് കടത്ത് വ്യാപകമാക്കിയിരുന്നു. ഇതിനെതിരെ നാട്ടുകാർ സമരം തുടർന്നുവെങ്കിലും ചെറുകിട വ്യവസായം ആരംഭിക്കുന്നതിനുള്ള അനുമതി രേഖകൾ ഉദ്യോഗസ്ഥരെ കാണിച്ച ശേഷം കുന്നിടിക്കൽ വീണ്ടും വ്യാപകമായി. പരിസ്ഥിതി ലോല പ്രദേശത്തെ കുന്നിടിച്ചാണ് മണ്ണ് കടത്തുന്നത്. ഇതിനിടെയാണ് ഇന്നലെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറ പൊട്ടിച്ചത്. തെന്മല പഞ്ചായത്തിൽ ഇടമൺ തേവർകുന്നിൽ ജനവാസ മേഖലയിൽ ഏതാണ്ട് 200 അധികം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് എംസാൻഡ് യൂണിറ്റ് എന്ന പേരിൽ ഒരു ക്രഷർ യൂണിറ്റ് യാതൊരു അനുമതിയും കൂടാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ 200ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന ജനവാസ മേഖലയിലെ ക്രഷർ യൂണിറ്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടികൾ നടന്നു വരികയുമാണ്. ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഈ കുന്നിടിക്കുന്നതിനെതിരെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇതിനെ ഒന്നും വിശ്വാസത്തിലെടുക്കുവാൻ ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയ നേതാക്കന്മാരോ തയ്യാറാകാതെ ഈ മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയമപരമായി സമീപിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും നിയമപരമായി സമീപിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കുന്നിടിച്ച് നിരത്താൻ പാടില്ല എന്ന സ്റ്റോപ്പ് മെമ്മോയും അതിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഈ കുന്നിടിച്ച് നിരത്തുന്ന നടപടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തേവർകുന്നിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകുകയാണ്. എന്താണ് ഈ സ്ഫോടനം എന്ന് പറഞ്ഞ് ആളുകൾ ഓടിക്കൂടുമ്പോഴാണ് അറിയുന്നത്, തൊട്ടടുത്ത് താമസിക്കുന്ന 77 വയസ്സുള്ള അച്ചായൻ, തങ്കച്ചൻ എന്ന പേരുള്ള വികലാംഗനായ അച്ചായൻ ദേവാസ്വസ്യം വന്നു. ഈ സൗണ്ട് കേട്ട്, ഭൂമികുലുക്കം പോലെയുള്ള സൗണ്ട് കേട്ട് അടുത്തുള്ള കുട്ടികളും ജനങ്ങളും ഒക്കെ പരിഭ്രാന്തിയിലായി. ചെന്ന് നോക്കുമ്പോൾ ഈ ക്രഷർ യൂണിറ്റ് നിർമ്മിക്കുന്ന സ്ഥലത്ത് എക്സ്പ്ലോസീവ് ഉപയോഗിച്ചുകൊണ്ട് വലിയ സ്ഫോടനം ഉണ്ടാക്കിയിരിക്കുകയാണ്. പാറ പൊട്ടിക്കലാണ് നടത്തിയിരിക്കുന്നത്. ഇതിന് പാറ പൊട്ടിക്കലിന് യാതൊരു അനുമതിയുമില്ല. ഖനനം ചെയ്യാൻ പാടില്ല എന്ന മൈനിങ് ആൻഡ് ജിയോളജിയുടെ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എക്സ്പ്ലോസീവ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്ഫോടനം നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ ജില്ലാ കളക്ടർക്കും പോലീസിലും ഒക്കെ പരാതി സമർപ്പിക്കുകയുണ്ടായി. അതിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ എക്സ്പ്ലോസീവ് ഉപയോഗിച്ച സ്ഥലത്തുനിന്ന് അതിൻ്റെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അനധികൃതമാണ്, നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണ്. ആ കേസെടുക്കുവാൻ പോലീസ് തയ്യാറാകണം. അതോടൊപ്പം ഇന്ന് SP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ നിയമ നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഈ ക്രഷർ യൂണിറ്റ് നിർമ്മാണവുമായി മുമ്പോട്ട് പോകുന്ന ആളുകൾ ഇപ്പോൾ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്ത് കാവൽ നിർത്തി ആ പ്രദേശത്തോടുകൂടി പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ, അവരുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അനധികൃത നിർമ്മാണം നടത്തി വരുന്നത്. ഇതിനെതിരെ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥർ നിയമം നടപ്പിലാക്കണം. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്നവർ മാഫിയകൾക്ക് കൂട്ടുനിൽക്കുന്ന നടപടിയിൽ നിന്നും പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചുകൊണ്ട് പാറ പൊട്ടിക്കൽ നടപടി നടത്തിയ, അനധികൃതമായി പാറ പൊട്ടിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെപ്പിക്കുവാൻ തയ്യാറാകണം എന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
അനധികൃതമായി സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറ പൊട്ടിച്ചതിന് കേസെടുക്കുമെന്ന് പുനലൂർ RDO B ശശികുമാർ അറിയിച്ചു. അനധികൃതമായി കുന്നിടിക്കുന്നതിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയിട്ടില്ല എന്നും ചെറുകിട വ്യവസായത്തിന്റെ രേഖകളുടെ മറവിൽ കുന്നിടിക്കുകയാണെന്നും RDO അറിയിച്ചു. സെന്റ് ജുവല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജുവല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.